ഇതാ പിക്സൽ 10ൻ്റെ വലിയൊരു സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്നാൽ പിക്സൽ 10ഉം കാഷിഫൈയും കൂടെ ചേർന്ന് നടത്തുന്ന വലിയൊരു സ്കാമിനെ കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പം പിക്സൽ 10 അതായത് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫോൺ നല്ല ഫോണാണ്, ഇതിന് 140 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് ഗൈസ്. പക്ഷേ റിഫ്രഷ് റേറ്റ് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഫോൺ നല്ല ഫോണാണ്. അപ്പോൾ എടുക്കേണ്ടവർക്ക് എടുക്കാം. നല്ല ഹാൻഡി ഫോണാണ്, നല്ല ഫീലാണ്. പക്ഷേ പ്രോപ്പർ ഒരു ആൻഡ്രോയിഡ് സെറ്റിങ്സ് ആണ്. ഗൂഗിളിൻ്റെ തന്നെ ആയതുകൊണ്ട് അവരെ പ്രോപ്പർ സെറ്റിങ്സാണ്, വേറെ ഇൻ്റർഫേസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് കാഷിഫൈ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞാൽ, നിങ്ങൾ എക്സ്ചേഞ്ച് പുതിയ ഫോൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പഴയ ഫോണ് എക്സ്ചേഞ്ചിന് അവരെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് 1-ാം തീയതി ഫോൺ കിട്ടി, 2-ാം തീയതി അവർ ഷെഡ്യൂൾ ചെയ്യും, 3-ാം തീയതി അവർ പിക്കപ്പിന് വരുമെന്ന് പറയും. പക്ഷേ പിക്കപ്പിന് ആരും വരില്ല. 4-ാം തീയതി വരുമെന്ന് പറയും, വരില്ല. 5-ാം തീയതി വരുമെന്ന് പറയും, വരില്ല. പിന്നെ നെക്സ്റ്റ് ഡേ സഡൻലി ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ. അപ്പോൾ നമ്മളെന്താക്കും, നമ്മളിതിനെക്കുറിച്ച് അവരെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഒരു റെസ്പോൺസും ഇല്ല. 185 മെയിൽ ഏകദേശം ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല അവരുടെ സൈഡിൽ നിന്ന്. അതേപോലെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും ഇല്ല. അവർ എൻ്റെ ഫോൺ 34 5G ആയിരുന്നു. അതിനവർ കാണിച്ചിട്ട് ഏകദേശം 12,000 അറൗണ്ട് എക്സ്ചേഞ്ച് ബോണസാണ്. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം. മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടെ ഞാൻ കാണിക്കുകയും വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എന്താ പറഞ്ഞാൽ, നമ്മളടുത്ത് അത് ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. അങ്ങനെ ഞാൻ കുറേ തവണ അവരെ മെയിൽ അയച്ച് ലാസ്റ്റ് അവർ പറയാണ് നമ്മളെ പ്രൊഡക്റ്റ് പിക്കപ്പ് ക്യാൻസലായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളെന്തായി, നമ്മളിത് വാങ്ങിച്ച് നമ്മൾ ശശിയായി, നമ്മളെ പഴയ ഫോൺ അവിടെ കിടക്കുകയും ചെയ്യും, അവർ പുതിയ ഫോണ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെതിരെ ലീഗൽ ആക്ഷൻ കൺസ്യൂമർ കോർട്ടിലും ഓൺലൈനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനെന്താണോ അവർ റെസ്പോൺസ് തരുന്നത് അത് നോക്കിയിട്ട് വേണം എനിക്ക് ഓഫ്ലൈനിൽ പരാതി കൊടുക്കാൻ. ഞാനിതെന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഫ്ലിപ്കാർട്ടോ ആമസോണിന്നോ എടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക് യു. ഇതാണ് പിക്സൽ 10.